ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ബായ് തന്നെ പ്രൊഡ്യൂസ് ചെയ്ത് ബായ് തന്നെ എഴുതിയിട്ട് നാട്ടുകാർ ബായ് ബായ് പറഞ്ഞ ഒരു പടത്തിനെ കുറിച്ചാണ്. ഈ പടം ഡയറക്റ്റ് ചെയ്തേക്കുന്നത് പടം തുടങ്ങുന്നത് കുറച്ച് കോടീശ്വരന്മാരുടെ കല്യാണം കാട്ടിട്ടാണ്. അവിടെ പൈസ വാങ്ങിയിട്ട് പണിയെടുക്കാത്ത കുറച്ച് ബാൻഡ് സെറ്റുകാരെ കാണിക്കും. തൊട്ടു തൊട്ടില്ല തൊട്ടു തൊട്ടില്ല. പിന്നെ അങ്ങോട്ട് കുറച്ച് കള്ളന്മാര് പൈസ അടിച്ചു മാറ്റാനായിട്ട് വരും. അല്ല, ഇത്രയും വലിയ കല്യാണം നടത്തുമ്പോ ബോഡി ഗാർഡ്സ് ഇല്ലേ അവിടെ? പിന്നെ ഈ കള്ളന്മാര് അവിടെയുള്ള ആൾക്കാരുടെ നിന്ന് പൈസ അടിച്ചു മാറ്റും. ചേട്ടാ, ഈ ചെറുപഴം തനിക്കൊരു ജെട്ടിട്ടുടോ ഇൻസേർട്ട് ചെയ്ത് ഇറങ്ങിയിരിക്കുക വൃത്തിയട്ടവൻ. പിന്നെ ഈ കള്ളന്മാര് അവിടുത്തെ ബേസ്മെന്റിക്ക് പോയിട്ട് അവിടുത്തെ ഒരു വിളക്കും ഒരയ്ക്കും. അപ്പൊ അവിടെ ഒരു ഭൂമി കുലുക്കുണ്ടാവും. അന്തരീക്ഷത്തിന്റെ മട്ടും ഭാവവും മാറുന്ന കാണുന്നില്ലേ? ഹലോ, നിങ്ങളിപ്പോ താമസിക്കുന്ന മുറിയിൽ പണ്ട് പാർത്തിരുന്നൊരു പാവം ചിഹ്ന. പിന്നെ ഗുണ്ടകള് സല്ലുബായിനെ വെടിവെക്കും. അവരുടെ തോക്കിന്റെ ഉണ്ട തീരുന്നല്ലാണ്ട് സല്ലുബായിക്ക് ഒരു വെടി പോലും കൊള്ളില്ല. സല്ലുബായിക്ക് ഒരു കാര്യം അറിയാം, ബോംബിട്ടാലും ഞാൻ മരിക്കില്ല, വെടി കൊണ്ടാലും ഞാൻ മരിക്കില്ല. വെക്കടാ വെടി, വെക്കടാ വെടി, വെക്കടാ വെടി. ആ വെടിയുണ്ട് എന്റെ നേർക്കല്ലേ വരുന്നത്, മാറിക്കളയാം. ഞാനാണ് നായകൻ, ഞാനാണ് മെയിൻ, മൂപ്പർക്ക് അറിയണോണ്ട് ആ ഒരു അഹങ്കാരം മൂപ്പര് മൊത്തമുണ്ട്. കുറച്ച് ഓവറായാലേ എല്ലാവരും ശ്രദ്ധിക്കും. പിന്നെ ഈ ഫൈറ്റിന്റെ ഇടയിൽ സല്ലുബായി ഷട്ടൂരും. എന്നിട്ട് അവിടുത്തെ ഗുണ്ടകള് പോയി ഷട്ടൂര് തിരിച്ചിടുന്നവരെ വെയിറ്റ് ചെയ്യും. പിന്നെ ബായ് ബെൽറ്റ് ഊരി ഇടിക്കാൻ പോണ സമയത്ത് പാന്റ് ഊരി പോവും. പിന്നെ അവിടെ വെച്ചിട്ട് ബായ് ഗ്രാവിറ്റീനെ കൊന്നിട്ട് ഓരോ അപരാധങ്ങൾ ഇങ്ങനെ കാട്ടിക്കൊണ്ടിരിക്കും. പിന്നെ അവിടെ നല്ല സൈസുള്ള ഒരു കള്ളനുണ്ടായിരുന്നു. മൂപ്പര് ഫൈറ്റ് ചെയ്യുമ്പോ കിതയ്ക്കും. അപ്പൊ സല്ലുബായി ഒരു ഉപദേശം കൊടുക്കും. സിഗരറ്റ് और गुटखा सेहत के लिए हानिकारक होता है. A few moments later. നിനക്കറിയാം ഈ സാമാനം കഴിച്ച ക്യാൻസർ വരുമെന്ന് നിനക്കറിയാം അല്ലടാ? നാട്ടുകാരുടെ പിള്ളേരെ അസുഖം ചത്തോട്ടല്ലേ? പിന്നെ സല്ലുബായി അവന്മാരെ പിടിച്ചിട്ട് പീപ്പി ഊതാനായിട്ട് നിർത്തും. പിന്നെ സല്ലുബായി ഇൻട്രോ സോങ്ങിന് പോവും. പ്രഭു സാറ് നല്ല ടഫ് സ്റ്റെപ്സ് ഒക്കെ ബായിക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഒരു 10-15 ഡാൻസും കുത്തിക്കേറ്റിക്കൊള്ളു. എന്റെ കയ്യിൽ കുറെ പുതിയ സ്റ്റെപ്സ് ഉണ്ട്. കാണ്ടാമൃഗം വരെ തോറ്റു പോവും. അമ്മാതിരി തൊലിക്കെട്ടിയാണ് സല്ലുബായിക്ക്. എന്നാ വേറൊരു സാധനം ചില്ലും കൂട്ടി പെട്ട സാധനം സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പ് ഇല്ലേ? സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പ് എനിക്കറിയില്ല സാർ. അങ്ങനെയാണെങ്കിൽ എന്റെ മാസ്റ്റർ പീസ് ഫയർ ഡാൻസ്. ഫയർ ഡാൻസ് ഞാൻ ഭയങ്കര പുലിയല്ലേ? വേണമെങ്കിൽ വായുവില് ഹാപ്പി ബർത്ത്ഡേ അമ്മച്ചിന്ന് തീ കൊണ്ടൊക്കെ എഴുതി കാണിച്ചു. ഇതൊക്കെ എന്ത്? സല്ലുബായി ഭൂമി സ്പ്ലിറ്റ് ആക്കും. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഭൂമി കുലുക്കത്തിന് തൊട്ട് മുമ്പ് ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങളാണ്. ഇന്റർനാഷണൽ കോമഡി പീസ് സൽമാൻ ഖാൻ. പിന്നെ ഡാൻസ് പരിപാടി കഴിഞ്ഞിട്ട് ബായ് വീട്ടിൽ പോയിട്ട് ഷേവിംഗ് സെറ്റിന്റെ ആഡൊക്കെ കാണിക്കും. എന്റെ പൊന്നു ബച്ചൻ സാറേ, മുഖം കണ്ടില്ലേ എന്തൊരു ഐശ്വര്യറായി. അത് നീ എനിക്കിട്ട് ഉണ്ടാക്കുന്നല്ലടാ. പിന്നെ ബായ് വൈഫിന്റെ അടുത്ത് പോയിട്ട് പരിപാടി തുടങ്ങും. പിന്നെ അനിയന്റെ അടുത്ത് പോയിട്ട് വർക്കൗട്ട് ചെയ്യാനായിട്ട് പറയും. ഇതുപോലെ കൂട്ടിയിടാ, നല്ല വെയിറ്റ് അടിക്കണം, കാലത്തെ ഗത പോലെ ഇരിക്കണം. പിന്നെ അടുത്ത ദിവസം സ്റ്റേഷനിലേക്ക് ഒരു പെണ്ണ് വന്നിട്ട് കുറെ പെണ്ണുങ്ങളെ ഒരാൾ കിഡ്നാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾ വന്ന് രക്ഷിക്കണം എന്ന് പറയും. ഇത് കേൾക്കുമ്പോ എന്നെ സല്ലുബായുടെ അനിയൻ രക്ഷിക്കാനായിട്ട് പോവും. ഇങ്ങേരെ എന്നിട്ട് ഒറ്റയ്ക്ക് തോക്ക് പോലും എടുക്കാണ്ട് അങ്ങോട്ട് പോവും. അപ്പൊ എന്നെ സല്ലുബായി വന്നവരെ രക്ഷിക്കും. ഇതുപോലത്തെ വണ്ടി നീ ഓടിച്ചിട്ടുണ്ടോടാ? കോപ്പന്മാരെ, നിന്നോടൊക്കെ എത്ര വട്ടം ഞാൻ ചോദിച്ചടാ, ഇതുപോലത്തെ വണ്ടി ഓടിച്ചിട്ടുണ്ടോ എന്ന്. എടാ, ഇതിന്റെ ബ്രേക്ക് എവിടെയെന്ന് അറിയാൻ വേണ്ടിട്ടാണ് ചോദിച്ചത്. പിന്നെ സല്ലുബായിനെ കാണുമ്പോ എന്നെ അവിടെയുള്ളവരൊക്കെ പേടിച്ചോടും. ഭയങ്കരമായ ആള്. വെറും ഭയങ്കരനല്ല, ഭയങ്കരമായ ആള്. പിന്നെ ആ പെണ്ണുങ്ങളെയൊക്കെ രക്ഷിക്കും. പിന്നെ അവിടെയുള്ളവരൊക്കെ അറസ്റ്റ് ചെയ്യും.
പിന്നെ ബായ് സ്റ്റേഷനിൽ വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ ഡാൻസ് പ്രാക്ടീസ് ഒക്കെ നടത്തും. പുള്ളി ഒരിക്കലും പഠിക്കാൻ പറ്റാത്ത പണി പഠിച്ചോണ്ടിരിക്കുക. ഡാൻസ്. പിന്നെ ബായ് അറസ്റ്റ് ചെയ്തവരുടെ ആൾക്കാർ സ്റ്റേഷനിൽ വന്നിട്ട് മെയിൻ വില്ലനെ വീഡിയോ കോൾ ചെയ്ത് കാട്ടി കൊടുക്കും. അപ്പൊ ബായ് കാണുമ്പോ അവൻ എനിക്കറിയാലോ അവൻ എന്റെ ഫ്ലാഷ് ബാക്കിലെ വില്ലനല്ലേ എന്ന് പറയും. കിച്ചാബായിനെ കുറിച്ച് പറയണെങ്കിൽ മൂപ്പര് പൂക്കൃഷിയൊക്കെ നടത്തുന്ന ഒരു പാവം മനുഷ്യനാണ്. ആകെ ഒറ്റ പ്രശ്നമുള്ളൂ, മൂപ്പർക്ക് ജൈവ വളത്തിനോടാണ് താല്പര്യം. അതുകൊണ്ട് കുറച്ച് മനുഷ്യന്മാരെ കൊന്നിട്ട് അത് വളമായിട്ടിടും, അത്ര ചെയ്യുള്ളൂ. പാവം മനുഷ്യനാ. പെണ്ണുങ്ങളുടെ ഇടയിൽ ഇവനെ വിളിക്കുന്ന എന്തോന്നറിയോ? പൂക്കി. പിന്നെ ബായ് വണ്ടിയിൽ ഇരുന്നിട്ട് 20 വയസ്സുള്ള ബായിയുടെ ഫ്ലാഷ് ബാക്ക് ഇങ്ങനെ ആലോചിക്കും. ബോളിവുഡിൽ മീശ ഇല്ലെങ്കിൽ പിന്നെ 20 വയസ്സാണല്ലോ. ആ മീശ വടിച്ചു കളയുണ്ടായിരുന്നു കേട്ടോ, നൈസായിരുന്നു. ഒരു ദിവസം ബായുടെ അനിയനൊരു ആലോചന വരും. അല്ല ഈ പ്രായത്തിലൊക്കെ കല്യാണം കഴിക്കാൻ വീട്ടുകാർ സമ്മതിക്കൂ? ഇതിനെയൊക്കെ കാണുമ്പോഴാ വീട്ടിയിരിക്കുന്നതിനൊക്കെ എടുത്ത് കിണറ്റിയിടാൻ തോന്നുന്നു. പിന്നെ ബായ് അവന്റെ കയ്യിൽ നിന്ന് ഫോട്ടോ എടുത്തിട്ട് എനിക്ക് അവളെ ഇഷ്ടമായി എന്ന് പറയും. ഈ പടം ഇറങ്ങുന്ന സമയത്ത് അവൾക്ക് 18 വയസ്സ് മാത്രമേ ഉണ്ടായുള്ളൂ. പിന്നെ ബായ് പെണ്ണ് കാണാനായിട്ട് വീട്ടിലേക്ക് പോവും. എന്നിട്ട് അവളുടെ MBBS പഠിക്കാനായിട്ടുള്ള പൈസ കൊടുക്കാന്ന് പറയും. അപ്പൊ ആ വീട്ടുകാരൊക്കെ അന്നാ നീ കെട്ടിക്കോന്ന് പറയും. എന്നിട്ട് ബായും അവളും കൂടി 5 സ്റ്റാർ തിന്നും. ചിലപ്പോൾ ഒന്നും ചെയ്യാതെയും ഇരിക്കൂ. Eat 5 star, do nothing. പിന്നെ രാത്രി ഇവള് പോണ സമയത്ത് കിച്ചവളെ കണ്ട് ക്രഷ് അടിച്ചിട്ട് ഇവളുടെ മേത്ത് കിടക്കാൻ വേണ്ടിട്ട് റോട്ടിൽ ഇറങ്ങിയിട്ട് വണ്ടി ഇടിക്കും. പിന്നെ ബായി അവൾക്ക് MBBS പഠിക്കാനായിട്ടുള്ള പൈസക്ക് വേണ്ടി അവിടുത്തെ ഗുണ്ടകളുടെ അടുത്ത് പോയിട്ട് അവരുടെ പൈസ അടിച്ചു മാറ്റും. എന്നിട്ട് ജോൺ വിക്കിനെ ധ്യാനിച്ചിട്ട് പേന വെച്ച് അവരെ കുത്തും. പിന്നെ ബായി അവിടുത്തെ ഗുണ്ടകളെ ഭീഷണിപ്പെടുത്തിയിട്ട് അവിടുത്തെ ഒരു ഗുണ്ടയുടെ ജെട്ടി എടുത്തിട്ട് തലയിൽ ഇടിയിപ്പിക്കും. നിനക്കിതെങ്ങനെ സാധിക്കുന്നതാവോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല, പക്ഷെ നിന്റെ അപ്പൻ ഇതെങ്ങനെ സാധിച്ചെടുത്തടാ. പിന്നെ ഈ ഫൈറ്റിന്റെ ഇടയിൽ കൂടെ ബായിയുടെ ഒരു പൈപ്പിന്റെ ആഡ് കുത്തി കയറ്റും. ഇതിന് കരുത്തുണ്ട്. പ്ലംബിങ്ങിന്റെ ഓരോ തടസ്സങ്ങളോടും പൊരുതുവാൻ, ജയിക്കുവാൻ, വർഷങ്ങളോളം ഈട് നിൽക്കുവാൻ. ആസ്ട്രൽ CPVC Pro. പിന്നെ ബായി പൈസയും കൊണ്ടിട്ട് അവളെ MBBS ചേർക്കും. എന്നിട്ട് കിച്ചാബായി ഇവര് തമ്മിൽ ഇഷ്ടമാണെന്നുള്ള കാര്യം അറിഞ്ഞിട്ട് മറ്റവളെ അങ്ങ് കിഡ്നാപ്പ് ചെയ്യും. को प्राणी से प्यार हो गया, पहली नजर में उड़कत प्यार हो गया, दिल जिगर दोनों कायली चाड़ी, मुंगी चत्तू बहुत कष्ट हो गया. പിന്നെ ബായി കലിപ്പായിട്ട് പോലീസുകാരനായിട്ട് കിച്ചാബായിനെ കൊല്ലാനായിട്ട് കാറിപ്പോവും. നീ തീർന്നടാ, തീർന്നു. അവസാന നിമിഷം വരെ അവൻ കരുതും ഞാൻ വെട്ടിക്കുന്നു, ഇല്ലാന്ന് മനസ്സിലാവുമ്പോ അവൻ വെട്ടിക്കും. ഇന്നാടാ ഷമീർ എത്തി തീർന്ന് അവൻ പിന്നെ ബായി ആ കാറങ്ങ് ചവിട്ടി അങ്ങ് കൊക്കയിലേക്ക് അങ്ങ് തള്ളും. ഞാൻ പോകുന്നു. നിങ്ങപ്പ ചോദിക്കും കൊക്കയിൽ വീണവൻ എങ്ങനെ ഇപ്പൊ ജീവനോടെ തിരിച്ചു വന്നേന്ന്. കാരണം ഇതൊരു പേട്ടപ്പെടണം, അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവും. അങ്ങനെ ഫ്ലാഷ് ബാക്ക് കഴിയും. എന്നിട്ട് ഇത് കേൾക്കുമ്പോ വൈഫിനാകെ സേഡാവും. ബായ് എന്നിട്ട് വൈഫിനെയും കൊണ്ട് റൂമിക്ക് പോവും. അല്ല ബായ് ഇത് എന്നിട്ട് ഇത് കാണിക്കണേ? ചോദ്യം ചോദിച്ച ഒറ്റ തൊഴിൽ വെച്ച് തരും. സ്ലാങ്ക് പറയും, അപ്പ കേട്ടാ മതി. സ്ലാങ്ക് കാണിക്കും, അപ്പ കണ്ടാ മതി. പിന്നെ കിച്ചയുടെ ആൾക്കാർ വരെ വീട് അറ്റാക്ക് ചെയ്യും. അപ്പൊ സല്ലൂബായി വന്ന് അവിടെ അങ്ങ് രക്ഷിക്കും. പറഞ്ഞതുപോലെ റൈറ്റ് സൈഡിലെ ബാക്ക് ഡോർ ഒപ്പിക്കാൻ നല്ലതുപോലെ കഷ്ടപ്പെട്ട്. പിന്നെ ഒരു സ്റ്റിയറിംഗ് കൊടുക്കാനുണ്ട്, നല്ല മൈലേജ്. ആവശ്യക്കാരുണ്ടെങ്കിൽ പറയണം കേട്ടോ. പിന്നെ ബായ് വൈഫിനും കൊണ്ടൊരു സോങ്ങിന് പോവും. എന്നിട്ട് ബായ് ബട്ടൺസ് ഒരു വയറൊക്കെ കട്ടി തരും. പിന്നെ കിച്ചാബായും മന്ത്രിയും കട്ട ഫ്രണ്ട്സാണ്. എന്നിട്ട് സല്ലുബായുടെ അനിയന്റെ അടുത്ത് പോയിട്ട് പ്രൊമോഷൻ തരാന്ന് പറഞ്ഞിട്ട് ആളുടെ കൂടെ കൂട്ടും. ബായ് എന്നിട്ട് ഈ കാര്യം അറിയുമ്പോൾ അവനോട് ചോദിക്കാൻ പോണ സമയത്ത് അവൻ ബായിനെ തല്ലി വിടും. കൂടെ ഉള്ളവരൊക്കെ അങ്ങ് പോവും. പുറത്തിറങ്ങാനും കലങ്ങിരിക്കാനൊക്കെ വളരെ ഉണ്ടാവില്ല. പിന്നെ കിച്ചയുടെ ആൾക്കാർ സല്ലുബായുടെ വൈഫിനെ ടൈം ബോംബ് വെച്ച് കൊല്ലാൻ നോക്കും. പക്ഷെ ഒന്നും പറ്റില്ല, കാരണം സല്ലുബായുടെ വൈഫാണല്ലോ. അത് ശരിയാ, അത് ശരിയാ. പിന്നെ കിച്ചാബായി ഇലക്ഷന് വേണ്ടിയുള്ള ഫണ്ട് ട്രക്കിലാക്കി കൊണ്ടുവരാനുള്ള കാര്യം സല്ലുബായി അറിയും. എന്നിട്ട് ആ പൈസയൊക്കെ അടിച്ചു മാറ്റിയിട്ട് അത് പോലീസുകാർക്ക് കൊടുത്തിട്ട് സല്ലുബായി അറ്റൻഡൻസിന് പോവും. മാർഗം കളി. ഒരു മാർഗം ഇല്ലാണ്ടാവുമ്പോ ഒരു കളി കളിക്കൂലേ, മാർഗം കളി.
പിന്നെ സല്ലുബായിനെ സപ്പോർട്ട് ചെയ്യണ പോലീസുകാരെല്ലാവരും കിച്ചാബായി കിഡ്നാപ്പ് ചെയ്തിട്ട് അവന്മാരെ കൂട്ടിയിട്ടിട്ട് ഇടിച്ചു കൂട്ടി അവരുടെ പത വരുത്തും. പിന്നെ സല്ലുബായി കലിപ്പായിട്ട് മന്ത്രിയുടെ വീട്ടിലേക്ക് പോയിട്ട് മന്ത്രിനെ അങ്ങ് കിഡ്നാപ്പ് ചെയ്തിട്ട് ആ സ്ഥലം എവിടെയാന്ന് കണ്ടുപിടിക്കും. മന്ത്രിക്കൊന്നും ഒരു വിലയില്ലടേ. പിന്നെ ബായി ആ പോലീസുകാരെ രക്ഷിക്കാനായിട്ട് ആ സ്ഥലത്ത് പോയിട്ട് അവന്മാരെ ഇടിച്ചു കൂട്ടും. പിന്നെ സല്ലുബായി ആ പോലീസുകാരൊക്കെ രക്ഷിച്ചിട്ട് ഒരു സെൽഫി എടുക്കും. എന്തായത് ഒരുത്തൻ അപകടം പറ്റി ആസ്പത്രി കിടക്കുമ്പോഴല്ല ചെറ്റവർത്താനം പറയല്. പിന്നെ കിച്ചാബായുടെ പൂക്കൃഷിയുടെ കാര്യം പോലീസുകാർക്ക് മനസ്സിലായിട്ട് പോയി നോക്കുന്ന സമയത്ത് അവിടെ ഒന്നും ഉണ്ടാവില്ല. മൂപ്പര് ദൃശ്യം കണ്ട കാരണം ആ സാധനമൊക്കെ മാറ്റി. പിന്നെ സല്ലുബായുടെ അനിയൻ അവിടെ ഒളിക്യാമറ വെച്ചിട്ട് സ്പൈ പരിപാടി നടത്താമെന്ന് മനസ്സിലായിട്ട് അവനും സല്ലുബായുടെ ഭാര്യേനും കിഡ്നാപ്പ് ചെയ്യും. പിന്നെ സല്ലുബായി അങ്ങോട്ട് വന്നിട്ട് എടാ നീ ഇങ്ങോട്ട് കിഡ്നാപ്പ് ചെയ്ത് വരാമെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ ഇന്നലെ ഇവിടെ വന്നിട്ട് കുഴി ബോംബ് വെച്ചിട്ടുണ്ടായിന്ന് പറഞ്ഞിട്ട് ആ കുഴി ബോംബ് പൊട്ടിക്കും. നിങ്ങൾ ചോദിക്കൂ ഇയാൾക്ക് ഇതൊക്കെ എങ്ങനെ മുൻകൂട്ടി മനസ്സിലായെന്ന്. കാരണം ഈ കഥ എഴുതിയേക്കുന്നത് ബായിയാണ്. പിന്നെ ഒരു ഫൈറ്റ് ചെയ്യും, മൊത്തം പൊടിയാ. പുകയുണ്ടല്ലോ നിറച്ചിട്ടോളണം, ഒരു സാധനം പോലും ആൾക്കാർ കാണുന്നില്ല. പിന്നെ സല്ലുബായി VFX ബോഡിയൊക്കെ കാട്ടിയിട്ട് കിച്ചനെ പേടിപ്പിച്ച് കൊല്ലും. എനിക്കിത് കാണാൻ വയ്യേ. അങ്ങനെ പടം കഴിഞ്ഞു.